നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 24 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ഡൽഹിയിൽ നീതിക്കായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചും നാളെ ജൂലൈ 24 വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ SFI ആഹ്വാനം ചെയ്തു. അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പഠിപ്പുമുടക്ക് സമരത്തോടൊപ്പം പ്രതിഷേധത്തിന്റെ വേറിട്ട രൂപവുമായി വരുന്ന ജൂലൈ 25, 26 തീയതികളിൽ രാജ്യത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും മെലഡി ചോക്ലേറ്റ് വിതരണം ചെയ്യുമെന്ന് SFI ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ വ്യക്തമാക്കുകയുണ്ടായി. പോലീസ് അതിക്രമത്തിനെതിരെ സംഘടിപ്പിക്കുന്ന ഈ സമരം കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിരിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU ഇന്ന് സംസ്ഥാനത്ത് പഠിപ്പുമുടക്കൽ സമരം നടത്തുന്നതിനാലും തൊട്ടടുത്ത ദിവസം SFI രാജ്യവ്യാപക ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതിനാലും തുടർച്ചയായ 2 ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്നും ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. ഉപഭോഗം കൂടുതലുള്ള പീക്ക് ഹവറുകളിലായിരിക്കും പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മഴ ലഭ്യത കുറഞ്ഞതും ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിലുണ്ടായ ഇടിവും ഉപഭോഗത്തിലുണ്ടായ വൻ വർധനവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കൂടാതെ മുൻപ് ബാങ്കിംഗ് വ്യവസ്ഥയിൽ കടം വാങ്ങിയ വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടി വന്നതും തിരിച്ചടിയായി. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി എത്തിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തൽക്കാലം നിയന്ത്രണം ഒഴിവാക്കാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ കൃത്യമായ സമയത്ത് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി ഇത് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, വിവിധ സ്കോളർഷിപ്പുകൾ ലഭിക്കൽ, പുതിയ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കൽ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി കണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സേവനങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആധാറിലെ പേരിലോ മേൽവിലാസത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ തിരുത്തുകയാണെങ്കിൽ ഭാവിയിൽ വിവിധ ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ പരിഹരിക്കുന്നതിനും നമുക്ക് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്കായി വലിയ ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാകും. ഇതിനായി 56 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള റേഷൻ കാർഡ് വിഹിതം കൃത്യമായി ലഭിക്കുമ്പോൾ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓണത്തോടനുബന്ധിച്ച് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ വരെ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഓണച്ചന്തകൾ സജ്ജമാക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ധനവകുപ്പ് 200 കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാത്തരം റേഷൻ കാർഡ് ഉടമകളും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പണം കൊടുത്തു വാങ്ങാവുന്ന 3 തരം ഓണക്കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത്. 250 മുതൽ 300 രൂപ വരെ വിലയുള്ള കിറ്റ്, 500 രൂപയുടെ കിറ്റ്, 1000 രൂപയുടെ കിറ്റ് എന്നിവയാണവ. ഈ കിറ്റുകളുടെ വിലയേക്കാൾ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും എന്നതും പ്രത്യേകതയാണ്. ഇതോടൊപ്പം ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നാം സമ്മാനത്തുകയിൽ 5 കോടി രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് വിലയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമായി 2% DA, DR കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം അർഹരായവർക്കുള്ള ഓണം ബോണസും ഉത്സവ അലവൻസും ഇതോടൊപ്പം തന്നെ ലഭ്യമാക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷിഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള കർഷക ID അഥവാ ഫാർമർ ID രജിസ്ട്രേഷൻ. കർഷകരുടെയും അവരുടെ കൃഷിഭൂമിയുടെയും മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലായി ഉൾക്കൊള്ളിക്കുന്ന ഈ ID ഭാവിയിൽ കാർഷിക മേഖലയിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും നിർബന്ധമാകുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി യോജന വഴിയുള്ള പ്രതിവർഷ 6000 രൂപ ധനസഹായം, കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC വഴിയുള്ള ലളിതമായ വായ്പകൾ,
വിവിധ തരത്തിലുള്ള കാർഷിക സബ്സിഡികൾ കൂടാതെ പ്രകൃതിദത്ത തിരിമറികൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്ന വിള ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ പദ്ധതികൾക്കും കർഷക ഐ ഡി അത്യാവശ്യമായി വരും. നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, CSC എന്നിവ മുഖേന കർഷകർക്ക് ഐഡി എടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇതിനായി അപേക്ഷിക്കുമ്പോൾ കൃഷിഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാലും ID അപ്രൂവൽ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കുന്നതിനാൽ ഇടയ്ക്കിടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നടപടികൾ പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്താൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി വഴിയുള്ള ഉപകരണ സബ്സിഡി. കൃഷിപ്പണികൾ എളുപ്പമാക്കുന്നതിനാവശ്യമായ കാർഷിക ഉപകരണങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് പ്രകാരം വ്യക്തിഗത കർഷകർക്ക് ഉപകരണങ്ങളുടെ വിലയിൽ 50% വരെ സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾക്കും കൂട്ടായ്മകൾക്കും 80% വരെ ഉയർന്ന സബ്സിഡി ആനുകൂല്യം സ്വന്തമാക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അർഹരായവർക്ക് സബ്സിഡി തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരുന്നു. അതിനാൽ അർഹരായ എല്ലാ കർഷകരും എത്രയും വേഗം ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സഹകരണ വകുപ്പിന്റെ പുതിയ ഉത്തരവനുസരിച്ച് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടത്തുന്നതിനായി മുൻ സർക്കാർ രൂപീകരിച്ചിരുന്ന സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. പാവപ്പെട്ടവർക്കും വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ കൃത്യമായി വീട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് 9% ഉയർന്ന പലിശ നിരക്കിൽ തുക സമാഹരിക്കുകയും പിന്നീട് സർക്കാർ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകിയ ഈ പദ്ധതിയിലൂടെ 3000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 1125.12 കോടി രൂപ മാത്രമാണ് വായ്പയായി സ്വരൂപിക്കാൻ സാധിച്ചത്. സർക്കാരിൽ നിന്നുള്ള തുക തിരിച്ചടയ്ക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന പരാതികൾക്കിടയിലാണ് ഭരണതലത്തിലെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗികമായ നിലവിലെ കൺസോർഷ്യം റദ്ദാക്കിയത്. ഇതിന് പകരമായി UDF നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളെ ഏകോപിപ്പിച്ച് ഒരു പുതിയ കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും സഹകരണ മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കൺസോർഷ്യം പിരിച്ചുവിട്ടെങ്കിലും സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക തടസ്സമില്ലാതെ ലഭിക്കാനുള്ള ഊർജിതമായ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ 24-25 തീയതികളിലായി തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള കൈമാറ്റത്തിന് ശേഷം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ നേരിട്ടുള്ള വിതരണവും പൂർത്തിയാക്കും. ഇതുകൂടാതെ ഓണം പ്രമാണിച്ച് പെൻഷൻ കുടിശ്ശികയില്ലാതെ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും പെൻഷനുകൾ ചേർത്ത് ആകെ 6000 രൂപ വരെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്താൻ സാധ്യതയുണ്ട്. ഇനി 3 ഗഡുക്കൾ ഒന്നിച്ച് ലഭിച്ചില്ലെങ്കിൽ പോലും അടുത്ത 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 2 ഗഡുക്കളായ 4000 രൂപയെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നു. 2026 ജൂലൈ 23 ഇന്ന് വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കൂടി 13,500 രൂപയും പവന് 560 രൂപ കൂടി 1,80,000 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്ക് നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.